അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ പാരറ്റ് ഫിഷ് എഗ് ചെയ്തു തുറന്നു വിടാൻ വേണ്ടി പോകണം. നമ്മൾ സ്നേക്ക് ഹെഡ് വെറൈറ്റി. ഇനി ഞാൻ എടുക്കാൻ വേണ്ടി വന്ന ആളെ കാണിച്ചു തരാം. നമ്മളെ കുളത്തിനകത്ത് ഇറങ്ങും പോലത്തെ ഒരു സൈസ്. ഇത്രയും കൊണ്ടിട്ടുണ്ടോ? യെസ്. അപ്പോൾ അതെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇടാം കേട്ടോ. ദേ നിധിയും കാർത്തുമായിട്ട് ദേ അവിടെ ഇരിപ്പുണ്ട്. ടക്കിയില്ലേ എന്തോ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇട്ടേക്കാം. ഇതെന്നെ രണ്ടും കൂടി ഇവിടെ ഭയങ്കര ചൂടല്ലേ? നമ്മളെ വീടിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പല്ലേ? പുതിയൊരു പർച്ചേസ് ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ വാങ്ങിച്ചാണുണ്ടല്ലോ ഒരു ചാട്ടക്കാരനാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയി കണ്ടിട്ട് വാ. പോയിട്ട് അതിന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പാരറ്റ് ഫിഷ് എഗ് ചെയ്തു അല്ലേ? എന്തായാലും എനിക്ക് തോന്നുന്നൊരു 500-1000 അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്രയ്ക്ക് എഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഷ്വലൊക്കെ കാണിച്ചു തരാം. പിന്നെ ഫിഷിങ്ങിനൊക്കെ പോയി ആ വീഡിയോ ഒക്കെ നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യും. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇപ്പോൾ പോയി ഞാൻ എന്താ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നെന്ന് കണ്ടിട്ട് വാ. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ ഷോപ്പിലോട്ട് എത്തി. എൻ്റെ അമ്മ ഭയങ്കര വെയിൽ കേട്ടോ, രക്ഷയില്ല വെളിയിൽ ഇറങ്ങിയപ്പോൾ. നമ്മൾ എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർ തന്നെ ഈ സൈഡിൽ കിടപ്പുണ്ട്. ഞാൻ റഫായിട്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർ അത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വേറെ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കോഴിക്കാർപ്പോൾ നമ്മൾ കുറച്ച് നാളായി കോഴിക്കാർപ്പോൾ എടുത്തിട്ട് ഇന്നും എടുക്കുന്നില്ല. നമ്മളിന്ന് വേറൊരാളെ എടുക്കാനാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങളെ പ്ലാറ്റീസാണിത്. നമ്മളെ മിക്കി മൗസ് പ്ലാറ്റീസില്ലേ അതിൻ്റെ കുഞ്ഞാണ് കേട്ടോ. നമ്മൾ ഗ്രീൻ ടൈഗർ കിടക്കുന്നു. കുറച്ച് നൈസ് സൈസാട്ടോ ഏഞ്ചൽസ് കിടക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളെ ഗൗരാസ് കിടക്കുന്നുണ്ട്. നമ്മളെ പാക്കു എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പാക്കു വരുന്നുണ്ട്. ഓ കൊള്ളാമല്ലേ? അവൻ്റെ ആ സൈഡിലെ പാട് മുഴുവനും മാറി കണ്ടില്ലേ? ആൾ നല്ല രീതിയിൽ സൈസ് വെച്ചു. നമ്മളെ വിഡോസ് കിടക്കുന്നു. ഇനി ഞാൻ എടുക്കാൻ വേണ്ടി വന്ന ആളെ കാണിച്ചു തരാം. ഈ ആളെയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നത്. ഇങ്ങനത്തെ ഒരാളെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല. കൊള്ളാമല്ലേ? ഇവനെയും കാട്ടി സൈസുള്ള ആളെ കാണിച്ചു തരാം. അടിയിൽ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദേ വന്ന വഴിക്ക്. പക്ഷെ നീലവാകയല്ല അല്ലേ? പൊതുവേ ഇത് വലുതാകുമ്പോൾ നീലയാകുമെന്നാണ് ഒരു റൂമർ ഉള്ളത്. എല്ലാവരും പറയുന്നുണ്ട് ഇത് വലുതാകുമ്പോൾ കളർ ചേഞ്ചസ് വരും. ചേഞ്ചസ് വരും, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതൊരിക്കലും ബ്ലൂ ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ സൈസിൽ ബ്ലൂ കണ്ടിട്ടുണ്ട്. ഇത് ഒരു 6 ഇഞ്ച് വരും. ഞാൻ 7 ഇഞ്ച് 8 ഇഞ്ചിൽ ബ്ലൂ കളർ ഉള്ളതിനെ കണ്ടിട്ടുണ്ട്. നോർമൽ ഇതേപോലെ കളർ മാറി വന്നില്ല, ഫുൾ ബ്ലൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടത് തെറ്റായിരിക്കണം. അങ്ങനെയല്ല, ചെറിയ സൈസിൽ ഞാൻ ലൈവായിട്ട് ഞാൻ ഈ സൈസ് വരുന്നതിൽ ബ്ലൂ കളർ പക്ക ബ്ലൂ കളർ ഉള്ളത് ഇങ്ങനെ വെച്ച് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് ചാടുന്ന വെറൈറ്റിയാണ്. ഈ ടാങ്കിന് ഇത്രയും വലിയ ടാങ്കിൽ നിന്ന് ഏകദേശം 2 അടി പൊക്കത്തിൽ നിന്ന് ചാടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചാടുന്ന വെറൈറ്റി. ദൈവനെ ഓക്കെ നൈസ്. ഉപ്പു പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ചാടിയാട്ടോ. ഓക്കെ ഇതേ കൊള്ളാം കേട്ടോ ബ്രോ. കുഞ്ഞന്മാരെ പാക്ക് ചെയ്തു. ഇത് ഒരെണ്ണം. ഇത് നമ്മളെ ഫീഡാണ് കേട്ടോ. ഇത് മൊത്തം നമ്മളെ ഫിഷസിന് വേണ്ടിയിട്ടുള്ള ഫീഡാണ്. ഇവിടെ വരുമ്പോൾ പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഫീഡ് എടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീടെത്തിയിട്ട് കാണാം. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ വീർത്ത് കുളിക്കുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും വീടെത്തിയിട്ട് കാണാം കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം. യെസ്, അപ്പോൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ അതെ 2 പേരും വന്നിട്ടുണ്ട്. തുറന്നു നോക്കിക്കോ. എന്നാലും ഒരാലോചന, എന്നാലും ഒരു ചാടുന്ന ഒരാളാണ്. അത്രയ്ക്ക് ഹൈ ജമ്പിൽ ചാടുന്ന ഒരാളാണ്. ഒരാൻ്റെ ഗോൾഡ് ഷോ. ഇത് സാധാ ഫീഡാടാ. ഇത് സാധാ ഫീഡ്. അതെന്താണ്? എടുത്ത് പോയി ഇങ്ങോട്ടിട്. നമ്മുടെ സ്നേക്ക് ഹെഡ് വെറൈറ്റിയിൽ വരുന്ന ഒരാളാണ്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഇതിൽ കളർ കയറി വരും. എന്ന് വെച്ചാൽ പുള്ളിക്കും അത് കൺഫേം അല്ല. അതുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞ് സെയിൽ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഇവനെ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ മോസ്റ്റർ ടാങ്കിലിടാം. ഈ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മോസ്റ്റർ ഫിഷസിന് എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് കണ്ടേ. നമ്മൾ ഫിഷിങ്ങിന് പോയിരുന്നു. നമ്മൾ ഫിഷ് ക്യാച്ചിങ്ങിന് പോയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിക്ക് നമുക്ക് ഫിഷസിനെ കിട്ടി. അതാണ് ഇപ്പോൾ നമ്മൾ ഫീഡാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മളവിടെ എത്ര സമയം കൂടി നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ കാർത്തൂൻ്റെ അവിടെ എത്തും. യെസ്, അപ്പോൾ അതെ നമ്മൾ നടന്ന് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിലോട്ട് വന്നു കേട്ടോ. അതെ കാർത്തു ഇവിടെ എന്തോ ഫീഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾ മോൺസ്റ്റർ ഫിഷസിന് വേണ്ടിയിട്ടാണോടാ? കാർത്ത് പൊക്കാൻ വേണ്ടി പോകണം. വല്ലതും കാണുമോ എൻ്റെ അകത്ത്? ഓ ഇത്രയും കൊണ്ടിട്ടുണ്ടോ? പിടിച്ച് കയറിക്കും. കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പീക്കോക്കിന് പറ്റിയ, പീക്കോക്കിനല്ല ഇത് ഗാറിന് പറ്റിയ സൈസ്. എൻ്റെ അമ്പോ കുറേ ഉണ്ടല്ലോ ഇത്.
കുഞ്ച് ഇത് നമുക്ക് കുളത്തിൽ കൊണ്ടുപോകാം. ഇത് കുറേ കിട്ടിയല്ലേടാ. ഇതിപ്പോൾ കുറച്ചധികം ദിവസത്തേക്കായി കേട്ടോ. കൊഞ്ചുണ്ട് കേട്ടോ, കൊഞ്ച് ഉണ്ടോ? ഓ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ കുളത്തിലാണ് ചേട്ടന്മാരിട്ട് കുറേ നമ്മുടെ ആസാം വാളയൊക്കെ പിടിച്ചു കേട്ടോ ചേട്ടന്മാർ. അപ്പോൾ ഇവൻ നമ്മുടെ ഫീഡും എടുത്തു. അപ്പം ഇനിയിപ്പോൾ ഇതും കൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇതേ എൻ്റെ ആകുമ്പോൾ തെങ്ങി നിറഞ്ഞു കേട്ടോ, ഇഷ്ടം പോലെ. നമ്മളിവിടുത്തെ ചേട്ടന്മാർ പിടിച്ച നമ്മളെ ഫിഷസ് ആണ് കേട്ടോ. ഓ വെയിറ്റ് പൊങ്ങുന്നില്ലേടാ. ഓ ദേ നമ്മളെ കുളത്തിൻ്റെ അകത്ത് കിടക്കും പോലത്തെ ഒരു സൈസ് കേട്ടോ ആസാം വാള. പയ്യേട്ടേക്ക് നല്ല സൈസ് ഉണ്ട് കേട്ടോ. അത് നമ്മളെ വൈറ്റ് ഇത്രയും സൈസ് ഉണ്ടെന്ന് തോന്നിട്ടേടാ. അടിപൊളിയായിട്ടോ. അത് നമ്മളെ കാർത്തൂൻ്റെ വേണ്ടി ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തിയ കേട്ടോ. കവർ അങ്ങ് മാറ്റാം. ഇവിടെ നല്ല വെയിൽ, നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ. ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ച നമ്മുടെ ഒരു ലോഡ് ഫിഷ് അല്ല, ഇത് കഴിഞ്ഞ ദിവസം പിടിച്ചതല്ല, ഇത് ലേറ്റസ്റ്റ് ആണ്. ഓ എന്നിട്ട് അവൻ കഴിച്ചില്ലല്ലോ ഇതുവരേക്കും. കഴിച്ചു. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മൾ പിടിച്ചത്, ഒരു രക്ഷയില്ല. എത്ര എണ്ണം ഉണ്ടായിരുന്നു? കുറേ ഉണ്ടായിരുന്നല്ലേ, കൊഞ്ചൊക്കെ കിട്ടിയല്ലേ എൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പോലെ നമ്മൾ പാരറ്റ് ഫിഷ് എഗ് ചെയ്തത് നിധി കണ്ടില്ലായിരുന്നു. ഞാനും കാർത്തോട്ട് കയറി നോക്കി, അത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ നമ്മൾ പിന്നെ ശല്യം ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. നിധി ഭയങ്കര ശല്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഓക്കെ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ അത് കണ്ടിട്ടോ. അപ്പോഴത്തേക്കും ഇതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ടാലി ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ റിലീഫ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ നമ്മളെ പാരറ്റ് ഫിഷ് എഗ് ചെയ്ത കേട്ടോ. അപ്പോൾ ഇത് മെയിലാണെന്ന് തോന്നുന്നു, ഇത് ഫീമെയിലാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ മൊത്തം ഇരിക്കുന്ന എഗ്ഗാണ് അല്ലേ കാർത്തു? ഇവിടെ നോക്കിയാൽ അടി തട്ട് കണ്ട ഇതെല്ലാം കണ്ടു. ഓ ഇത്ര ഇട്ടോ, നമുക്ക് ഇഷ്ടം പോലെ കേട്ടോ. അവിടെ മുഴുവൻ എഗ്ഗുകളാണ്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഫീമെയിൽ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ നമ്മൾ ഒരു പോട്ട് വെച്ച് കൊടുത്തു. 1.5 ആഴ്ച ആയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ആൾ എഗ്ഗ് ചെയ്തു, നല്ല റിസൾട്ട് വന്നു. പക്ഷേ ഇതൊക്കെ വീഡിയോ നമുക്കറിയത്തില്ല. ഇപ്പം 4 ദിവസം അല്ല 2 ദിവസം. ഇന്നലെ രാത്രി മെനഞ്ഞാന്ന് രാത്രി എന്തുകൊണ്ട് അതെ അവൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നോക്കുന്നുണ്ട്. ഓക്കെ നൈസ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ പാരറ്റ് ഫിഷ് എഗ്ഗ് ചെയ്തു. ഓക്കെ. അപ്പോൾ പറഞ്ഞ ആൾ താങ്ക്സ് കേട്ടോ. ഇനി അടുത്ത ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ കണ്ടായിരുന്നല്ലോ അങ്ങനെ അതെ നമ്മളെ ആളെ നമ്മൾ തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സ്നേക്ക് ഹെഡ് വെറൈറ്റി ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അല്ലേ? ഓ വാങ്ങിച്ചു നമ്മളെ വരാലിനെ ഇങ്ങോട്ട് നോക്കിയേ, കാണിച്ചു നോക്കിയേ. ഇതൊന്നും കാണാൻ പറ്റൂല. നല്ല രസമുണ്ട്, മഞ്ഞ കളർ വന്നിട്ടുണ്ട് വാലിലൊക്കെ. അപ്പോൾ അതെ നമുക്ക് അവനെ മറ്റേ വെളിയിലോട്ട് ഇറക്കാം. അപ്പോൾ ഭയങ്കര ചാട്ടക്കാരനുണ്ടോ, എടുത്തപ്പോൾ തന്നെ ഒരു റൗണ്ട് ചാട്ടം കഴിഞ്ഞു. ഓ കണ്ടോ ബഹളം കണ്ടോ. പിടിച്ചോ. ഓക്കെ. ഇതാണ് നമ്മളെ ആള്. എടാ ചാടാതടാ. ആ ഡിസൈനൊക്കെ കണ്ടോ, കൊള്ളാമല്ലേ? നീലയാവുമോ എന്തോ ഇനി. ഇതിപ്പം നീലവാഹയായാൽ രക്ഷപ്പെട്ടു. അവൻ്റെ ചാട്ടം കണ്ടോ, അവൻ ഏകദേശം 2 അടി ഹൈറ്റ് ചാടും കേട്ടോ. കേട്ടെ കൊള്ളാമല്ലേ? അവൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഷെയ്ഡ് സൂപ്പറായിരിക്കുന്നു. കണ്ടോ കേട്ടെ പോട്ടാ. നീലവാഹ ആവൂ, കണ്ണിൻ്റെ അവിടെയൊക്കെ നീലയാണ്, ചെറിയൊരു നീല ഉണ്ടല്ലേ. ഈ ആളെ ഒന്ന് പിടിച്ചു നോക്കട്ടെ, നമ്മളെ ടാങ്കിലോട്ട് മാറ്റാറായോ നോക്കട്ടെ. ആളെ കിട്ടിയിട്ടുണ്ട്. ഓ സൈസ് വെച്ചല്ലേ നീ? നല്ല സൈസ് വെച്ചു കേട്ടോ ആശാൻ. സഹിക്കാൻ പറ്റാൻ ഹൈബ്രിഡ് കണ്ട പകുതി കറുപ്പ് പകുതി. ഓ സൂപ്പർ സൈസായ കേട്ടോ. അവനും ഇവനും കൂടി സൈസ് നോക്കിക്കേ. സെയിം അല്ല, ഇവ ഇച്ചിരി വലുതാണ് കേട്ടോ. ഓ അതിൽ കൊണ്ടിടാറായി കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച 1 മാസം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് പറയാം കേട്ടോ. നമുക്ക് അവനെ വേണമെങ്കിൽ നമ്മുടെ പീകോക്കിൻ്റെ ടാങ്കിലോട്ട് മാറ്റാം. ഈര് വലുതായോ? ഇല്ല വലുതായ പോലെ തോന്നിക്കില്ല അല്ലേ? ബാക്കിയുള്ളവന്മാരെല്ലാം എന്തോ അതിൻ്റെ ഇടക്ക് ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ബട്ടർ കോഫി അവിടെ ഇരിപ്പുണ്ട്, സക്കർ നമ്മുടെ റെറ്റയിൽ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്കിനിയിപ്പോൾ പീകോക്ക് ബാസിനെ എടുക്കണം, അരോണെ എടുക്കണം, മരാബയും എടുക്കണം. പീകോക്ക് ബാസ് നമുക്ക് കഴിഞ്ഞ ഇടത്തിനെ കാട്ടി വെറൈറ്റി വായിക്കാം കേട്ടോ. പറ ഭയങ്കര വെയിലെന്നാണ്. സമയം വന്നിട്ട് 2 മണി, നല്ല പൊരിയുന്ന വെയിലായതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളത് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഇതുകൊണ്ട് നല്ല വീഡിയോസ് ഉണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ. എല്ലാവർക്കും ബൈ.